നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ചുറ്റുപാടുകളിൽ പലർക്കും അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പുണ്യസ്ഥലങ്ങളുണ്ട്. വലിയ തിരക്കുകളോ ആഘോഷങ്ങളോ ഇല്ലാതെ പ്രകൃതിയുടെ മടിയിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നു നിൽക്കുന്ന ചില ഇടങ്ങൾ. അത്തരത്തിൽ അധികം ആളുകൾ എത്തിപ്പെടാത്ത മലമുകളിലെ ഒരു ദേവസ്ഥാനത്തിലേക്കുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്, പുരളിമലയുടെ മുകളിലേക്ക്. ഈ യാത്ര ഒരു സാധാരണ യാത്രയല്ല. മല കയറുന്ന ഓരോ ചുവടിലും പ്രകൃതിയുടെ ഭംഗിയും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ അനുഭവിച്ചറിയുകയാണ്. കാടിൻ്റെ നിശബ്ദതയും തണുത്ത കാറ്റും ചുറ്റുമുള്ള പച്ചപ്പും നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി മനസ്സിന് ഒരു ശാന്തി നൽകുന്ന കാഴ്ചകളാണ്. മലയോര പ്രദേശങ്ങളിലെ ദേവസ്ഥാനങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ആത്മീയ അനുഭവമുണ്ട്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരമിടങ്ങളിൽ എത്തുമ്പോൾ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായി പലരും അനുഭവപ്പെടുന്നു. പുരളിമലയുടെ ഈ മുകളിലും അത്തരമൊരു ശാന്തമായ അന്തരീക്ഷമാണ് നമ്മളെ വരവേൽക്കുന്നത്. ഈ പവിത്രമായ ദേവസ്ഥാനത്തെ ചിത്രപീഠം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വരാൻ താൽപ്പര്യമുള്ളവർ GPS-ൽ ചിത്രപീഠം എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. പുരളിമല എന്ന് സെർച്ച് ചെയ്താൽ മേൽമുരുങ്ങോടി മടപ്പുരയിലാണ് എത്തിച്ചേരുക. അതുകൊണ്ട് ചിത്രപീഠം എന്ന് തന്നെ സെർച്ച് ചെയ്യുക. കാത്തിരുന്ന ആ പുണ്യസ്ഥലം. ഇവിടെ എല്ലാ മലയാള മാസം 1-ാം തീയതിയും മുത്തപ്പൻ വെള്ളാട്ടം നടക്കാറുണ്ട്. അന്നത്തെ ദിവസം ചുറ്റുപാട് നിന്നും അന്യദേശത്തു നിന്നും ധാരാളം ആളുകൾ എത്താറുണ്ട്. ചില ശനിയാഴ്ചകളിൽ പയൻകുട്ടിയും നടത്താറുണ്ട്. വെള്ളാട്ട് ദിവസം എല്ലാവർക്കും പ്രസാദ സദ്യയും കൊടുക്കാറുണ്ട്. പുറമേ ലളിതമായി തോന്നുമെങ്കിലും വർഷങ്ങളായുള്ള വിശ്വാസവും ഭക്തിയും ഈ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു സ്ഥലത്തിൻ്റെ മഹത്വം അതിൻ്റെ വലിപ്പത്തിലല്ല, അവിടെ എത്തുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന അനുഭവത്തിലാണ്. പ്രകൃതിയും വിശ്വാസവും ഒരുമിച്ച് ചേരുന്ന ഇത്തരമിടങ്ങളാണ് നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ സമ്പത്ത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ വെള്ളാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ആദ്യം മുത്തപ്പനെ മലയിറക്കുന്ന ചടങ്ങാണ്. എല്ലാ മുത്തപ്പൻ വെള്ളാട്ടത്തിനു മുൻപും നാം കാണുന്ന ഒരു ചടങ്ങാണ് മലയിറക്കൽ. എവിടെ മുത്തപ്പൻ വെള്ളാട്ടമുണ്ടെങ്കിലും വെള്ളാട്ടത്തിനു മുൻപ് മലയിറക്കൽ ചടങ്ങ് നടക്കും. ഈ ദേവസ്ഥാനത്ത് നിന്നാണ് മുത്തപ്പൻ മലയിറങ്ങി വെള്ളാട്ടം നടക്കുന്ന ഇടത്തേക്ക് പോകേണ്ടതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഉറപ്പിക്കാറില്ല. ഇവിടുത്തെ കോലധാരി എന്ന് പറയുന്നത് ജയപ്രകാശാണ്. മൂപ്പരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മൂപ്പര പൈതൃകമായിട്ട് പണ്ട് മുതലേ ഒരു 10-35 കൊല്ലം മുമ്പേ 35-36 കൊല്ലം മുമ്പേ നമ്മളെ വീണ്ടും ആരംഭിച്ചത് ഒരു 36 കൊല്ലം. അത് നമ്മളെ അറിവിലാണ്. നമ്മളെ അച്ഛനാണ് ചെയ്തത്. ഇവരെല്ലാം ഉണ്ട്. അതിനുശേഷം ഇവിടെ തുടർച്ചയായിട്ട് 35 വർഷം മുന്നേ ഇവിടെ എന്തായിരുന്നു? അതിനു മുന്നേ അങ്ങനെ ക്ഷേത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മളെ മുത്തപ്പന്റെ ചരിത്രത്തിൽ ഈ സ്ഥാനം പ്രധാനപ്പെട്ട സ്ഥാനമാണ്. ചിത്രപീഠം. അതായത് കുന്നത്തൂര് ആരംഭിച്ചു. നമ്മളെ പൊന്നുകൂടെ ചിത്രപീഠമാണ്. ഇവിടെ പീഠത്തിന്റെ അവിടെ ചിത്രപീഠമാണ്. ഇതിന്റെ ബാക്കിയുള്ള മുത്തപ്പൻ മടപ്പരേനെ ചാട്ടം വലിയ പ്രധാനമുള്ള സ്ഥലമാണ് ഈ ചിത്രപീഠം. കാരണം പ്രശ്നക്കടവായിക്കോട്ടെ, വേറെ ഏതൊരു പിന്നെ സ്ഥലങ്ങളായിക്കോട്ടെ, അതെല്ലാം പിന്നെ ഇതിന്റെ കാലശേഷം വന്ന ഇതാണ്. അല്ല, മുത്തപ്പന് ക്ഷേത്രങ്ങൾ ഒരേപോലെയാണ്. അത് മാറ്റമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇത് അതായത് പറഞ്ഞ കുന്നത്തൂര് ആരംഭിച്ചിട്ട്
ഈടെയാണ് അവസാനിക്കുന്നത്. പുരളിമല ചിത്രപീഠം. ബാക്കിയുള്ള സ്ഥാനങ്ങളെല്ലാം പിന്നീട് ഉണ്ടാക്കിയതാണ്. 108 സ്ഥാനങ്ങൾ 108 മടക്ക സ്ഥാനം. ഈ മലക്ക് 7 മലക്ക് പറയാം. 7 മല എന്ന് പറയുന്ന താഴ്വരാണ് ഇത്. ഇവിടുന്ന് ഇപ്പൊ 4 അസ്ത്രം, ഇവിടുന്ന് 4 അസ്ത്രം കുട്ടികളെ കോട്ടയിൽ കോട്ടയിലും പിന്നീടും ഉള്ള നമുക്ക് 4 സ്ഥാനങ്ങളുടെ ദൈവത്തിന് വരുന്നതാണ്. ഞാൻ അതിലും പറയപ്പെടും. ഒന്നാം തീയതി മലയാളം 1-ാം തീയതി, എല്ലാ മലയാളം എല്ലാ 1-ാം തീയതിയും വെള്ളാട്ടം. വൈകിട്ട് കർമ്മങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാവരും നിന്നുള്ള പിന്നെ നിത്യവിളക്ക്. വൈകിട്ട് നേർച്ച പള്ളിയാണോ? 14-15 ഉത്സവം. കുംഭം 14-15 അന്ന് തിരുവപ്പനയെല്ലാം ഉണ്ടാവും. അന്ന് തിരുവപ്പന. ആദ്യം നമ്മുടെ മടപ്പര ഇതിൽ നമ്മളെ കയറ്റം കയറുന്നത് അവിടെ മറ്റൊരു വിളക്കത്തിയിലെല്ലാം ഉണ്ടായിരുന്നു. ആദ്യം ഒരു പ്രശ്നത്തിൽ അങ്ങനെ തെളിഞ്ഞത്. അങ്ങനല്ല, അവിടെ ആക്കി. അത് കഴിഞ്ഞപ്പം അങ്ങ് താഴെ അങ്ങ് ചുവട്ടിലൊരു വീട്ടിൽ വെച്ച് പ്രശ്നം നടത്തിയത്. പയ്യന്നൂരുള്ള ആളാണ്, പൊതുവാളെന്ന് പറയും. അപ്പം നമ്മൾ കുറേ ആൾക്കാരാണ് സ്വർണ്ണ പ്രശ്നം വെക്കുകയായിരുന്നു. അപ്പോൾ സ്വർണ്ണ പ്രശ്നം വെച്ചപ്പം പറഞ്ഞു മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനം ഇവിടെ പുള്ളിമല ചിത്രപീഠം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 18 മല കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇവിടെ കൽപ്പവൃക്ഷമുണ്ട്, ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. അത് നമുക്ക് അങ്ങനെ അറിയില്ല. അപ്പം അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് തെളിവ് കിണറ്. ഈ കിണറിൽ വേറൊരു കിണറുണ്ട് ഉണ്ടായിരുന്നു. അതെ. പക്ഷേ ഇത് കിണറല്ല സത്യത്തിൽ. ഇതൊരു ചെറിയ തൈക്കുണ്ടാണ്. അത് നമ്മൾ കെട്ടിയെടുക്കാം. കിണർ ഇവിടെ ഉണ്ടെന്ന് പഴയ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ആരാധനയായിട്ട് ക്ഷേത്രം എല്ലാം അങ്ങനെ വെച്ച്, അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അവിടെ ഇതാക്കി വരുന്നത്. പക്ഷെങ്കിൽ അന്നേരം പറഞ്ഞതെന്നു വെച്ചാൽ ഒരു 10-25 വർഷം കഴിയുമ്പോഴത്തേന് ബസ്സിനെക്കാട്ടി വലിയ അങ്ങാടിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുപോലെ നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഉത്സവ കാര്യങ്ങൾ എല്ലാ മാസങ്ങളും വെള്ളാട്ടം നടത്തുന്നുണ്ട്, പഞ്ചിട്ട് വെക്കുന്നുണ്ട്. കുംഭം 14-15 ഇവിടുത്തെ ഉത്സവം. ഉത്സവത്തിന് ധാരാളം ആൾക്കാരുകളുണ്ട്. ഇവിടെ മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമാണ് മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമാണ് ഇത്. പക്ഷെ മലയിറക്കുന്നതും എല്ലാം ഇവിടുന്ന് ഇറങ്ങി കൊണ്ടുപോകുന്നത്. അതാണ് മലയിറക്കൽ എന്ന് പറയുന്നത്. പുരളിമല ചിത്രപീഠം എന്ന് പറയാം. പുരളിമല ഇപ്പം ഇവിടുത്തെ തോട്ടത്തിലെല്ലാം ഉണ്ട്. പുരളിമല എന്ന് പറഞ്ഞാൽ ഇത് ഇവിടം പോലെ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ തന്നെ പുരളിമല ചിത്രപീഠം എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെയാണ്. ഇതിനകത്തെ ഒരു കാര്യം പേരാവൂരുണ്ട്. പേരാവൂര് പിന്നെ മുരിങ്ങോടി സ്ഥലത്താണ്. അതൊക്കറിയാം. 108 മടപ്പര, ഒരു മടപ്പര എന്നുള്ളത് ദേവസ്ഥാനം. നമ്മളിപ്പം മല വഴി പോയ അവസ്ഥയ്ക്ക് അവിടെ ചില സ്ഥലങ്ങളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അതിന് 5 മടപ്പരയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ താഴെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു ഇതല്ല ഇത്. ഇത് ശരിയായ ക്ഷേത്രമാണ്. അതെ. ഇതിന് അന്ന് പറഞ്ഞതെന്നു വെച്ചാൽ ഒരു കാലയളവിന് ചുറ്റുമതിലെ കാര്യങ്ങളെല്ലാം വരും. ഇവിടെ വേറെ തെയ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് തിരുവപ്പനയും വെള്ളാട്ടവും മാത്രമല്ല. അതിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ കുംഭം 14-15 ഉത്സവം. ഏപ്രിൽ 26-27. അപ്പോൾ തളിപ്പറമ്പിലുള്ള പാണ്ഡുരംഗൻ നമ്പൂരിയാണ് ഇവിടെ വന്ന് നടത്തിയത്. അന്ന് 101 കലശക്കുടവും വെച്ച് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഈ പയ്യന്നൂരിനപ്പുറം നിന്നാണ് ഈ പീഠം കൊണ്ടുവന്നത്. ഈ പീഠം കൊണ്ടുവന്ന് ഞാനും അവിടെ പോയി ഇവിടെ കൊണ്ടുവന്ന് എല്ലാം പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഈ പീഠം ഇതിനകത്താക്കി. അപ്പം നമ്മൾ ചോദിച്ചു വിഗ്രഹം വെക്കാൻ പറ്റുമോ? വിഗ്രഹം വെക്കാം, ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വിളിച്ചിറക്കണമല്ലോ. വിളിച്ചു കയറ്റിയ ഒരാളിനെ വെക്കാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു, തിരുമേനിയും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ട് പോകും. അപ്പം ഉറപ്പിച്ചു വെക്കാൻ പറ്റില്ല, വിഗ്രഹം വെക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു പറഞ്ഞിരിക്കുന്നത്. മുത്തപ്പൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ആരുടെയും അടുക്കൽ എപ്പോഴും രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഒരു വിശ്വാസത്തിൽ. അതിപ്പോഴും സ്ഥാനം കൂടി പറഞ്ഞു. ഞാൻ ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ്. 2009 മുതൽ ഇതിൻ്റെ ഭാരവാഹിത്വം നോക്കുന്ന ആളാണ്. അപ്പം എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞാൻ സെക്രട്ടേറിയറ്റിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് ഒരു 100 മീറ്റർ അപ്പുറത്ത് വലിയ റോഡുണ്ടായിരുന്നു. അതുവരെ ഭയങ്കര ചെന്നിട്ടവർ റോഡ് കട്ട് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് അവിടെ വരെ സാധനം കൊണ്ടുവരും. അത് ഇപ്പുറത്ത് വണ്ടിയിൽ കൊണ്ടുവരും. അതിന് ശേഷം ജീപ്പിലാണ് കൊണ്ടുവരും. 4 വീൽ ജീപ്പിലാണ് കൊണ്ടുവരും. അതിനടുത്ത് ആദ്യം കൂടി തലയിൽ ചുമന്നിട്ട് വേണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കിഫ്ബിൻ്റെ ഫണ്ട് കിട്ടിയിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പൈതൃകം ടൂറിസം
ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫണ്ട്. അതുകൊണ്ടായിരിക്കും റോഡെല്ലാം ഒന്ന് റോഡ് മുമ്പേ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന ഇതൊക്കെ വന്ന റോഡാണ്. പൈൻകുറ്റി എല്ലാ ആഴ്ചയും ശനീശ്വരനായതുകൊണ്ട് ശനിയാഴ്ച പൈൻകുറ്റി ഉണ്ടാവും. അത് നേരത്തെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ കമ്മിറ്റിയോട്
ഇന്ന് നമ്മൾ കണ്ടത് ഒരു ക്ഷേത്രം മാത്രമല്ല, ഒരു യാത്രയാണ്, ഒരു അനുഭവമാണ്. അറിയപ്പെടാതെ കിടക്കുന്ന ഇത്തരം പുണ്യസ്ഥലങ്ങളെ അടുത്തറിയാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഈ യാത്ര നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ബ്ലാക്സ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു മനോഹരമായ യാത്രയുമായി കാണാം. നന്ദി.